ഹലോ വ്യൂവേഴ്സ്, വർക്കിംഗ് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ കോളേജിൽ പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു സൺഡേ ഓഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പല രീതിയിലായിരിക്കും അല്ലേ നമ്മളതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ സൺഡേ എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു സെൽഫ് കെയർ ഡേയും എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങും ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ എല്ലാം ഡ്രസ്സൊക്കെ ഒന്ന് അലമാരയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം എടുത്ത് ഒന്ന് എല്ലാം അടുക്കി പറക്കി വെക്കുക. അതായത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അടുക്കി വയ്ക്കും. എന്നിട്ട് മൺഡേ ടു സാറ്റർഡേ അതെല്ലാം ഒന്നുകൂടി നിരത്തും. അതായത് നമ്മൾ രാവിലെ പോകുന്ന ഇത് അടുക്കി വെക്കുമ്പോൾ വിചാരിക്കും എന്നും അതേപോലെ തന്നെ വെക്കണമെന്ന്, പക്ഷെ നടക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം എടുത്ത് കട്ടിലിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിനെല്ലാം തുടച്ചിട്ട് ഒന്നുകൂടി നമുക്ക് അടുക്കി വെക്കണം. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, പക്ഷേ ഞാനൊരു റീസെൻ്റ്ലി വാങ്ങിച്ചതാണ് കുറേയധികം പ്രോഡക്റ്റ്സ്. അതായത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അത്യാവശ്യം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതിന് മുന്നേ എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അതിനകത്ത് കിടക്കുന്ന കുഞ്ഞ് 10 രൂപയുടെ ലിപ് ബാമില്ലേ, അങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെയായിരുന്നു ഞാൻ ഒരു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തത്. പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റ്സും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. മേക്കപ്പിൻ്റെ അത്യാവശ്യം സ്കിൻ കെയറിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കാര്യമായിട്ട് എല്ലാം നന്നായിട്ട് അടുക്കി വെക്കും. എന്നിട്ട് ഇനി മൺഡേ തൊട്ട് രാവിലെ പോകുന്നതിൻ്റെ തിരക്കാകുമ്പോഴത്തേക്കിനും നമുക്ക് കൈതട്ടി ഓരോന്ന് താഴെ പോവും. എടുക്കുന്നത് ഇനിയിപ്പോൾ അത് അടച്ചു വെക്കാൻ മടിയായതുകൊണ്ട് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് അങ്ങനെ പോവും. പിന്നെയും പിറ്റേ സാറ്റർഡേ ഇത് എല്ലാം സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഇതെല്ലാം അടുക്കി വെക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ റുട്ടീൻ വരുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലാക്കിയാണ് വെച്ചേക്കുന്നത്. അതാകുമ്പോഴത്തേക്കിനും എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ലിപ്സ്റ്റിക്ക് നമുക്ക് പലതും പല ഷേപ്പിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അടുക്കി വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളൂ. പിന്നെ ഞാൻ ചെയ്യുന്ന ഹെയർ ആക്സസറീസ് എല്ലാം ഒരു ബോക്സിലിട്ട് വയ്ക്കും. പിന്നെ വള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേറൊരു ബോക്സിൽ, പിന്നെ ഇയറിങ്സൊക്കെ ഒരു ബോക്സിൽ. അങ്ങനെയാണ്. ഇത് ഗ്രാമ്പും അതേപോലെ തന്നെ നമ്മുടെ ഏലക്കയൊക്കെയാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ്, ചുമ്മാ ഒന്നും ഇടാതെയാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് എണ്ണയിൽ സ്പൈസസ് ഒക്കെ ഇട്ട് വെള്ളം കുടിക്കുമ്പോഴത്തേന് അതിനൊരു ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ ബോട്ടിലിനകത്തേക്ക് 2 ഏലക്ക അല്ലെങ്കിൽ ഗ്രാമ്പുവോ, ഇത് ജാതിക്കയുടെ ഒരു കായും കൂടെ ഉണ്ട് അതിനകത്ത്, ജാതിപത്രി, അതുകൊണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ പൊട്ടൊക്കെ ഞാനിത് മയോണൈസിൻ്റെ ആണ് ആ ടിന്നൊക്കെ കേട്ടോ. അത് എനിക്ക് പൊതുവേ ടിന്നുകളൊന്നും കളയാനായിട്ട് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. എന്തെങ്കിലും ഇങ്ങനത്തെ ടിന്നൊക്കെ കൊച്ചു ഡപ്പയാണെങ്കിലും കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ വിചാരിക്കും കളയണ്ട, എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അങ്ങനെ കുറേ ഡപ്പകളുണ്ട്. അത് യൂസ്ഫുൾ ആവാറുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ 10 രൂപയുടെ ലിപ് ബാമേ. അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മൽ മേടിച്ചപ്പോൾ കിട്ടിയതാണിത്. അതും എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിനും എനിക്കൊരു ഐഡിയ കിട്ടിയത്. പിന്നെ ഇയർബഡ്സ് അതിനകത്ത് ഇട്ട് വെക്കാമേ. അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. കുറച്ച് ഈ പ്ലാസ്റ്റിക് കവർ വെക്കുന്നതിലും കുറച്ച് വൃത്തിക്കിരിക്കുമല്ലോ. ഇത് പിന്നെ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മുടെ മൂവില്ലേ വേദനയ്ക്കൊക്കെ തേക്കുന്നത്, അതിൻ്റെ വേറൊരു വേർഷനാണ്. ഇത് നമുക്ക് ESI എന്ന് വാങ്ങിച്ചതായതുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല. ഇത് അത്യാവശ്യം നല്ലൊരെണ്ണമാണ്. വലിയ ഏജൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴേ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടിന് വേദന, നടുവേദന തുടങ്ങിയ എല്ലാ വേദനകളും ഉള്ളതുകൊണ്ട് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ കൂടുതൽ തന്നെ ഞാനിത് വെക്കാറുണ്ട്. എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതതിൻ്റെ വേറെ വേർഷനാണ് ഓംനി ജെല്ല്. അങ്ങനെ അതും കയ്യെത്തുന്ന ദൂരത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒലയുടെ ക്രീമാണ്. ഒരെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് ക്രീമും ഒരു ഡേ ക്രീമും ആണ് എക്സ്ട്രാ ഉള്ളതാണ്. അതപ്പം കുമാർ കഫേന്ന് കിഴി ബിരിയാണി മേടിച്ച സമയത്ത് കിട്ടിയൊരു പാത്രമായിരുന്നു. അപ്പോൾ അതിനകത്തിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പല കളറിലുള്ള കുങ്കുമമൊക്കെ അങ്ങനത്തെ കളക്ഷൻസ് അതൊക്കെ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നതാണ്. ആ കുങ്കുമച്ചെപ്പ് വന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ കളർ കുങ്കുമങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്, അവിടെ നിന്ന് മേടിച്ചാണ്. പിന്നെ കല്ലുപ്പ് നമുക്ക് വീട്ടിലൊക്കെ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ ഇങ്ങനെ വെക്കുന്നത് നമുക്ക് നെഗറ്റിവിറ്റി കുറയാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ വെച്ചേക്കുന്നതാണ്. എൻ്റെ റൂമിൽ പക്ഷേ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു പാക്കറ്റ് ടിഷ്യൂ എപ്പോഴും ഞാൻ വെക്കും, മേക്കപ്പൊക്കെ എന്തെങ്കിലും തുടയ്ക്കാനായിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേ. ഇതെൻ്റെ ചേച്ചിയുടെ മോള് ശബരിമലയിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്നതാണ്. ആൾ ശബരിമലയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഓർത്ത് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാ ആഴ്ചയും തുടച്ച് അത് അവിടെ തന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്.